2025 സെപ്റ്റംബർ 23 സിറാജ് എഡിറ്റോറിയൽ. NGOകളോട് വിദ്വേഷമെന്തിന്? സാമൂഹിക സേവന രംഗത്തും കാരുണ്യമേഖലയിലും രാജ്യത്തിൻ്റെ വികസനത്തിലും മികച്ച സംഭാവനകൾ നൽകുന്നവയാണ് സർക്കാർ ഇതര സംഘടനകൾ NGO. നേരിട്ടുള്ള സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന NGOകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, പട്ടികജാതി വർഗക്ഷേമം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലും നിർണായക പങ്ക് വഹിക്കുന്നു. കോവിഡ് കാലത്തും പ്രകൃതി ദുരന്ത ഘട്ടങ്ങളിലുമെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയത്. 3.7 ദശലക്ഷത്തിലേറെ NGOകൾ പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്ത്. വിദേശത്ത് നിന്നുൾപ്പെടെ സംഭാവനകൾ സ്വീകരിച്ചാണ് ഇവയുടെ പ്രവർത്തനം. ഇത്തരം സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത്. വിദേശ സഹായം ലഭിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ കേന്ദ്രം NGOകൾക്ക് മൂക്കുകയറിടുന്നത് പതിവ് സംഭവമാണ്. മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ 2020 വരെയുള്ള കാലയളവിൽ 20,475 NGOകളുടെ FCRI രജിസ്ട്രേഷൻ റദ്ദാക്കിയതായാണ് കണക്ക്. 2022 ജനുവരിയിൽ വീണ്ടും 6,000-ഓളം NGOകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. സർക്കാരിൻ്റെ ഈ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി. നിസ്സാര കാരണങ്ങളുടെ പേരിൽ സന്നദ്ധ സംഘടനകൾക്ക് വിദേശ സഹായം ലഭിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് പ്രസ്തുത സംഘടനകളെ അപമാനിക്കലാണെന്ന് കുറ്റപ്പെടുത്തിയ കോടതി ഈ നിലപാട് അവസാനിപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലായി തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന LN മെമ്മോറിയൽ ട്രസ്റ്റിന് രജിസ്ട്രേഷൻ പുതുക്കി നൽകാതെ സംഘടനയുടെ പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെയാണ് ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ വിമർശം. വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം രജിസ്ട്രേഷൻ പുതുക്കാൻ LN മെമ്മോറിയൽ ട്രസ്റ്റ് നൽകിയ അപേക്ഷ കേന്ദ്രം നിരസിക്കുകയായിരുന്നു. ഇതിനെതിരെ സംഘടന മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ ജൂൺ 25 ഹൈക്കോടതി ഉത്തരവിട്ടു. എന്നിട്ടും വഴങ്ങാതെ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചു. കേന്ദ്രത്തിൻ്റെ ഹർജി തള്ളിയ സുപ്രീം കോടതി രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണുണ്ടായത്. BJPയുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ അനുകൂലിക്കുന്ന സന്നദ്ധ സംഘടനകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയും അല്ലാത്തവയെ രാജ്യവിരുദ്ധമായി ചിത്രീകരിച്ച് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയുമാണ് സർക്കാർ. ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളുടെ ലൈസൻസ് മതപരിവർത്തനം ആരോപിച്ച് റദ്ദാക്കിയ സംഭവങ്ങൾ നിരവധി. 2002 ഗുജറാത്ത് വംശഹത്യയിലെ ഇരകളായ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ, അന്തർദേശീയ ഏജൻസികളെ ഭീഷണിപ്പെടുത്തി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രവർത്തനം തുടർന്നാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടേണ്ടി വരും, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കും തുടങ്ങിയ ഭീഷണികളാണ് കേന്ദ്ര വൃത്തങ്ങൾ ഗുജറാത്തിലെ സന്നദ്ധ സംഘടനകൾക്കു നേരെ പ്രയോഗിച്ചത്. മുൻ സർക്കാരുകൾ ചില NGOകളോട് അസഹിഷ്ണുത പുലർത്തിയിരുന്നെങ്കിലും മോദി സർക്കാരിൻ്റെ വരവോടെയാണ് ഇക്കാര്യത്തിൽ വർഗീയ ചേരിതിരിവ് പ്രകടമായത്. ഇന്ത്യയിൽ മതപരിവർത്തനം ആരോപിച്ച് മതകീയ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെയും ചാരിറ്റികളുടെയും പ്രവർത്തനങ്ങൾക്ക് മോദി സർക്കാർ തടസ്സം സൃഷ്ടിക്കുമ്പോൾ അമേരിക്കയുൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറവിൽ RSSഉം അനുബന്ധ സംഘടനകളും സഹസ്ര കോടികൾ ചെലവിട്ട് ഹിന്ദുത്വ പ്രചാരണം നടത്തിവരികയാണ്. 2001 മുതൽ 2019 വരെയുള്ള കാലയളവിൽ US-ലെ സംഘ് പരിവാർ അനുബന്ധ ചാരിറ്റബിൾ സംഘടനകൾ 1,231.6 കോടിയാണ് ഹിന്ദുത്വ പ്രചാരണത്തിനായി ചിലവിട്ടതെന്ന് ഗവേഷകനായ ജസാ മാച്ചർ തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഹിന്ദുത്വയുടെ അമേരിക്കൻ സ്വാധീനത്തെയും പ്രചാരണത്തെയും കുറിച്ച് വിശദമായി പഠനം തയ്യാറാക്കി ഹിന്ദു നാഷണലിസ്റ്റ് ഇൻഫ്ലുവൻസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ജസാ മാച്ചർ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഓഫ് അമേരിക്ക, ആൾ ഇന്ത്യ മൂവ്മെൻറ്റ് ഫോർ സേവ, ഏകൽ വിദ്യാലയ ഫൗണ്ടേഷൻ ഓഫ് അമേരിക്ക, ഇന്ത്യ ഡെവലപ്മെൻറ്റ് ആൻഡ് റിലീഫ് ഫണ്ട്, പരംശക്തി പീഠ്,
പി യോഗ് ഫൗണ്ടേഷൻ, സേവ ഇന്റർനാഷണൽ തുടങ്ങിയ സംഘടനകൾ നിരീക്ഷിച്ചാണ് ജസാമാച്ചർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. RSSന്റെ US ഘടകമായ ഹിന്ദു സ്വയം സേവക് സംഘിന് HSS 32 അമേരിക്കൻ സംസ്ഥാനങ്ങളിലെ 166 നഗരങ്ങളിലായി 222 ശാഖകളുണ്ടെന്നും ഈ ശാഖകളിലെല്ലാം ഹിന്ദുത്വ പ്രചാരണത്തിനുള്ള സജീവ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കൻ ഹിന്ദുത്വ സംഘടനകൾ ശേഖരിക്കുന്ന തുകയുടെ വലിയൊരു ഭാഗം ഇന്ത്യയിലെ സംഘ് പരിവാർ ഗ്രൂപ്പുകൾക്ക് ലഭിച്ചതായും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഈ തുക ഉപയോഗിച്ച് ഇന്ത്യയിലും ഹിന്ദുത്വ പ്രചാരണം നടത്തുന്നു. സന്നദ്ധ സംഘടനകൾക്ക് മൂക്കുകയറിടുന്ന കേന്ദ്ര നടപടി രാജ്യത്തെ അരുവത്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും ദരിദ്രരെയും പിന്നാക്കക്കാരെയുമാണ് സാരമായി ബാധിക്കുക. ഈ വിഭാഗങ്ങളോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിവരുന്ന സംഘടനകളുടെ രജിസ്ട്രേഷൻ നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട്.